നമസ്കാരം. റിയൽ ന്യൂസ്. ഇനി ബാലുശ്ശേരിക്ക് നിറഭക്തിയുടെ നാളുകൾ. 2025 ജനുവരി 10, 11, 12 തീയതികളിൽ നിശ്ചയിക്കപ്പെട്ട ചരിത്രപ്രസിദ്ധമായ ബാലുശ്ശേരിക്കോട്ട ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രം പാട്ടുമഹോത്സവം ഊട്ടും പാട്ടും പന്തീരായിരത്തിന് കൊടിയേറ്റം നടന്നു. പരദേശ ബ്രാഹ്മണരുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത്. വിവിധ ചടങ്ങുകളുടെയും പരിപാടികളുടെയുമാണ് ഉത്സവം ആഘോഷിക്കുക. ജനുവരി 11 കുറുമ്പ്രനാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി പരദേവതയുടെ സ്വർണ്ണത്തിടമ്പേറ്റാൻ ഗുരുവായൂരപ്പൻ്റെ ഗജരാജ പ്രജാപതി ഇന്ദ്രസൻ എത്തുകയാണ്. ജനുവരി 12 രാത്രി 12 മണിക്ക് കാറക്കൂറ ശ്രീ രാമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ 12000 തേങ്ങയേറും നടക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളെയും ആഘോഷ കമ്മിറ്റി ചടങ്ങുകളിലേക്ക് ക്ഷണിച്ചു. ബാലുശ്ശേരിക്ക് ഇനി നിറഭക്തിയുടെ രാപ്പകലുകൾ പകർന്നാണ് ചരിത്രപ്രസിദ്ധമായ ബാലുശ്ശേരിക്കോട്ട ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രം പാട്ടുമഹോത്സവം ഊട്ടും പാട്ടും പന്തീരായിരത്തിന് കൊടിയേറ്റം നടന്നത്. പരദേശ ബ്രാഹ്മണരുടെ കാർമ്മികത്വത്തിൽ നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു കൊടിയേറ്റം. ആകാശ നീലിമയിലേക്ക് പൂജിച്ചൊരുക്കിയ മുളയിൽ വർണ്ണത്തൊങ്ങലായി കൊടിയുയർന്നപ്പോൾ ക്ഷേത്രാങ്കണം ഭക്തിസാന്ദ്രമായി. പാരമ്പര്യ ട്രസ്റ്റി KKC കേരളവർമ്മരാജ, ക്ഷേത്രം തന്ത്രി പന്ന്യംവള്ളി കുമാരൻ ഭട്ടതിരിപ്പാട്, മേൽശാന്തി AM നാരായണൻ നമ്പൂതിരി, അഞ്ഞൂറ്റിമംഗലം എന്നിവരുടെ സാന്നിധ്യവും കൊടിയേറ്റ ചടങ്ങിലുണ്ടായിരുന്നു. 11, 12 തീയതികളിൽ വിവിധ ചടങ്ങുകളുടെയും പരിപാടികളുടെയുമാണ് ഉത്സവം ആഘോഷിക്കപ്പെടുന്നതെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹരിദാസ് KP, ചെയർമാൻ മനോജ് കുമാർ TP കുറിയത്ത്, ട്രസ്റ്റി ബോർഡ് അംഗം ബാബു KK എന്നിവർ പറഞ്ഞു. ജനുവരി 11 കുറുമ്പ്രനാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി പരദേവതയുടെ സ്വർണ്ണത്തിടമ്പേറ്റാൻ ഗുരുവായൂരപ്പൻ്റെ ഗജരാജ പ്രജാപതി ഇന്ദ്രസൻ എത്തുന്നു എന്ന സവിശേഷതയും ഇപ്രാവശ്യത്തെ ഉത്സവത്തെ ഗംഭീരവും ഏറെ ഭക്തിസാന്ദ്രവുമാക്കുമെന്ന് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ക്ലാസിക് ബാബു പറഞ്ഞു. ജനുവരി 12 12 മണിക്ക് കാറക്കൂറ ശ്രീ രാമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ 12000 തേങ്ങയേറും നടക്കുന്നതാണ്. 11, 12 തീയതികളിൽ പ്രസാദ ഊട്ടുമുണ്ടാകും. ഏവരെയും ഉത്സവ ചടങ്ങുകളിലേക്കും പരിപാടികളിലേക്കും ആഘോഷ കമ്മിറ്റിയും ട്രസ്റ്റി ബോർഡും ക്ഷണിക്കുന്നു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.